ജീവിതത്തിൽ നമുക്കൊരു ബ്രോഷർ ഇല്ല. ഇവിടെ ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണം, എങ്ങനെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടുന്നത്. ശരിയായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കലയാണ് ശരിക്കും അങ്ങനെ ലൈഫ് തന്നെ കോച്ചിങ്. പറയാം. ആക്ച്വലി കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യരാണ്. അതെ. മനുഷ്യന്റെ വികാരങ്ങൾ, ഇമോഷൻസ് ആണ്. അപ്പൊ ആ ഇമോഷൻസ് വരുന്ന അല്ലെങ്കിൽ ആ ഫീലിങ്സോട് വരുന്ന ഒരാളെ അയാളുടെ മൈൻഡ് സെറ്റും ഒക്കെ ടോൺ ചെയ്ത് വേറൊരാളെ പുതിയ മനുഷ്യനായിട്ട് റീസെറ്റ് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അത്രയും സ്റ്റുഡൻസ് എനിക്കുണ്ട്, അത്രയും സക്സസ്ഫുൾ ആയ സ്റ്റുഡൻസ് എനിക്കുണ്ട്. അപ്പൊ ഇനിയും ഈ ഒരു മേഖലയ്ക്ക് കടന്നു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഏത് മനുഷ്യന്റെയും ജീവിത നിലവാരത്തെയും ജീവിത രീതികളെയും തിരുത്താനും ശരിയായ ദിശയിലേക്ക് നയിക്കാനും ലൈഫ് കോച്ചുമാർക്ക് സാധിക്കും. വളരെ മികച്ച റെപ്യൂട്ടേഷൻ ഉള്ള ഒരു തൊഴിൽ മേഖല കൂടെയാണ് ലൈഫ് കോച്ചിങ്. ഒരുപാട് പേരെ ലൈഫ് കോച്ചിങ് എന്ന പ്രൊഫഷനിലേക്ക് കൈപിടിച്ചുയർത്തിയ ഡോക്ടർ ലിസി ഷാജഹാനെ ഈ ഒരു ചെറിയ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാഡം, എന്താണ് ഈ ലൈഫ് കോച്ചിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും? ശരിക്കും പറയുകയാണെങ്കിൽ ലൈഫ് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പൊ നമുക്കറിയാം, ഏതൊരു തൊഴിലും ഏതൊരു കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അത് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ, ഇങ്ങനെ സ്റ്റാർട്ടിങ് എവിടെ വേണം, മിഡിൽ എങ്ങനെ വേണം, എത്ര എഫേർട്ട് ഇടണം, എത്ര നോളജ് എനിക്കതിന് വേണം, എത്ര സ്കില്ല് വേണം എന്ന് അറിയണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കും. ജീവിതത്തിൽ നമുക്കൊരു ബ്രോഷർ ഇല്ല. ഇവിടെ ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണം, എങ്ങനെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടുന്നത്. പഠിക്കാൻ പറഞ്ഞു വിടുമ്പോൾ പഠിക്കാൻ പറയും. അത് ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു സ്കില്ലാണ് പഠിക്കുന്നതെന്ന് നമ്മൾ എത്ര പേര് കുട്ടികളോട് പറയാറുണ്ട്. ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പഠിക്കണമെന്ന്, അല്ലെങ്കിൽ നിന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ജീവിതം പഠിച്ച് തന്നെ ജീവിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ 60-70 വയസ്സിലാണ് അത് പഠിക്കുന്നത്. ഇതിനെ സ്ട്രക്ചർ ആക്കിക്കൊണ്ട് ശരിയായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കലയാണ് ശരിക്കും. അങ്ങനെ തന്നെ പറയാം. എങ്ങനെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മാനേജ് ചെയ്തുകൊണ്ട് എൻ്റെ ഉള്ള റിസോഴ്സിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തി, എൻ്റെ ടൈമിനെ, എൻ്റെ അറിവിനെ ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് സന്തോഷമായി ജീവിക്കാം. അൾട്ടിമേറ്റ്ലി എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? സന്തോഷമായി ജീവിക്കുക എന്നുള്ളതല്ലേ. അതിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്നതാണ് ഒരു കോച്ച്. ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ സന്തോഷത്തെ നിലനിർത്തുന്നതിൽ ലൈഫ് കോച്ചിങ് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും ലൈഫ് കോച്ചിങ്ങിന്? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഒരു സാധാരണ ഗതിയിൽ ഒരാള് ട്രയൽ ആൻഡ് എററാണ് നടത്തുന്നത്. ഒരു ബിസിനസ് ചെയ്യുന്ന ആള്, കാണുന്ന ആളാണ് പ്രചോദനം. ഒരുപാട് ബിസിനസ്സുകാരെ ഡീൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ ചിലരും പറയാറുണ്ട് സ്റ്റാർട്ടപ്പ് ചെയ്ത് ഞാൻ വിജയിച്ചു, ചിലർ പറയുന്നുണ്ട് ബിസിനസ് 3-4 ബിസിനസ് പൊളിഞ്ഞു, അല്ലെങ്കിൽ അടുത്തയിലേക്ക് പോയി. അപ്പൊ ഇതിന് ബിസിനസ് പൊളിയാനുള്ള കാരണം ബിസിനസ്സിലുള്ള അജ്ഞത മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അയാളുടെ ഇമോഷൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റിയാക്ഷൻ മോഡിലേക്ക് പോകാം, അല്ലെങ്കിൽ അയാളുടെ മൈൻഡ് സെറ്റ് ശരിയുണ്ടാകത്തില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാകാം, മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യത്തില്ല അതനുസരിച്ച്. ചിലപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഫിയറുകൾ ഉണ്ടാകാം, ആ ഫിയറിൽ നിന്ന് ലൈഫിനെ ഓപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നം. ഇതെല്ലാം ഇപ്പൊ ഈ ഒരു കോച്ച് ഇതെല്ലാത്തിനെയും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. ഒരു ശില്പിയെ പോലെയാണ്. ജീവിതത്തെ എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകണം, അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. എൻ്റെ വിശ്വാസങ്ങളല്ല പ്രചോദിൻ്റെത്, എൻ്റെ ചിന്ത അല്ല പ്രചോദനം ചിന്തിക്കുക. പെർസെപ്ഷനൊക്കെ ഡിഫറെൻ്റ് ആണ്. ജനിച്ചു വളർന്ന സാഹചര്യവും ജനറ്റിക്കലിയും DNA ഒക്കെ അതിനകത്ത് ഘടകങ്ങളാണ്. ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ ഈ കാര്യത്തിന് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്, ഇതിലൂടെ കടന്നു പോകണം, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യണം, നിങ്ങളുടെ സ്കില്ലിൽ വർക്ക് ചെയ്യണം, നിങ്ങളുടെ ഇമോഷൻസിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു കൂടെ നിന്ന് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ പോലെ ആ വ്യക്തിയുടെ ഒപ്പം നിന്ന് വിജയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരാളാണ് കോച്ച് എന്ന് പറയുന്നത്. ഈ ലൈഫ് കോച്ചിങ് രംഗത്തേക്ക് അല്ലെങ്കിൽ ലൈഫ് ആ ഒരു മേഖലയിൽ ശിക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ആ ലൈഫ് കോച്ച് എൻ്റെ ഒരു ലൈഫിന് ഒരു റീസെറ്റ് ആവശ്യമുണ്ടെന്ന് ആഗ്രഹിച്ച് എത്ര പേര് ഇന്ന് വരുന്നുണ്ട് സമൂഹത്തിൽ നിന്നും? ധാരാളം പേരാണ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം, ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്. ഇൻ ബിറ്റ്വീൻ ഞാൻ സർക്കാർ സർവീസിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ആളാണ്. അത് പിന്നെ ട്രെയിനിങ് മേഖലയിലുണ്ടായിരുന്നു. പക്ഷെ ഒരു കോച്ചിങ് ആണ്, ട്രെയിനിങ്ങിൻ്റെ ഒരു മോട്ടിവേഷന് കുറച്ച് സമയം മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കോച്ചിങ്ങിലേക്ക് ഒരു ആവശ്യം മനസ്സിലാക്കിയ അന്ന് മുതൽ ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല കേരളത്തിൽ.
പക്ഷെ ഇന്ന് ഒരുപാട് പേരുണ്ട്, ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു വിട്ട തന്നെ എന്റെ സ്റ്റുഡൻസ് അതെ അതെ ഏറ്റവും ഭംഗിയായിട്ട് എത്രയോ ആളുകളുടെ ഇത് നമ്മൾ ഒരുപാട് ലൈഫ് കോച്ചുമാരെ കാണുന്നുണ്ട്, Yes. ഒരുപാട് പേര് ഈ മേഖലയിൽ പ്രൊഫഷണൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലൈഫ് കോച്ചിങ് എന്ന് പറയും, ഇപ്പൊ പറഞ്ഞ പോലെ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖലയെ ഒരു പ്രൊഫഷനായിട്ട് കരിയറായിട്ട് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും? എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എത്രയോ കോച്ചുമാർ എൻ്റെ സ്റ്റുഡൻസ് തന്നെയുണ്ട്. അതെ അപ്പൊ എനിക്ക് പറയാൻ സാധിക്കും, കേരളത്തിൽ ഒരുപാട് പേര് ലൈഫ് കോച്ചിങ് കൊടുത്തുകൊണ്ട് അവരെ ജീവിതത്തെ മാറ്റിമറിച്ച കോച്ചുമാരുണ്ട്. ഉദാഹരണം പറയണേ, സുജ ആർ മോഹൻ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അതെ അതുപോലെ ഗ്രീൻ ട്രൂത്തിന്റെ ഒരു ഓണർ, ഗ്രീൻ ട്രൂത്ത് എന്ന കമ്പനി ഓണർ ചെയ്തിരിക്കുന്ന ഓണർഷിപ്പ് ഉള്ള വിഷ്ണു എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അതെ. അതുപോലെ ദുബായിലൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നിമ്മി എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അഖില, കൊച്ചി എറണാകുളത്തുള്ള അഖില, ദിവ്യ സജിത്ത്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സ്റ്റുഡൻസ് ഏറ്റവും നന്നായിട്ട് അവർ സർവീസ് ചെയ്യുന്നുണ്ട്. അതെ വളരെ പോപ്പുലർ ആയിട്ട് അവർ സർവീസ് കൊടുക്കുന്നുണ്ട്, ആളുകളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട്, സക്സസ്ഫുൾ ആയി ജീവിക്കുന്നുണ്ട്. ഇനി ഇപ്പൊ എനിക്ക് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേര് രോഹിണി, എൻ്റെ ഒരു പുതിയ സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടൊരു മെന്ററിങ് കോഴ്സാണ് എടുത്തിരിക്കുന്നത്, ലൈഫ് കോച്ചിങ് പ്ലസ് മെന്ററിങ്. 2 months ആയിട്ടുള്ളൂ. എൻ്റെ അടുത്ത് പറയുന്നത്, മാം എനിക്ക് ഡേറ്റ് ഇല്ല കൊടുക്കാൻ, ആള് പുറത്താണ്, എനിക്ക് ഡേറ്റ് ഇല്ല, ഓഗസ്റ്റ് പകുതി വരെ എൻ്റെ ഡേറ്റ് ഫുള്ളാണ്, ഞാനിപ്പോ മാമിന് തന്ന പൈസ കൂടുതൽ ഞാൻ ഏൺ ചെയ്ത് തുടങ്ങി, വിത്തിൻ 2 months ആണ്. അപ്പൊ ആ രീതിയിലേക്ക് ധാരാളം പേര്, ചെന്നൈയിൽ നിന്നുള്ള ഡോക്ടർ പ്രിയ ജെയിംസ്, മലയാളി ലൈഫ് കോച്ച്, ഇവരൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ആണെന്ന് പറയാൻ എനിക്ക് സന്തോഷവും അഭിമാനവുമാണ്. കാരണം അത്രമേൽ ആളുകളുടെ ജീവിതത്തിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, അതുപോലെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരുപാട് പേരെ സന്തോഷത്തും സമാധാനവും കൊടുക്കുന്നതിൽ ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ എനിക്ക് ഇവിടെ പറ്റുന്നില്ല. പക്ഷേ പറ്റാത്ത വേറൊന്നും കൊണ്ടല്ല, അത്രയും സ്റ്റുഡൻസ് എനിക്കുണ്ട്, അത്രയും സക്സസ്ഫുൾ ആയ സ്റ്റുഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു മേഖലയ്ക്ക് കടന്നു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു കരിയറിൽ വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല കരിയർ ഈ കാലഘട്ടത്തിന്, ഏത് കാലഘട്ടത്തിലും അനിവാര്യമായ ഒരു കരിയറാണ്, ആവശ്യമുള്ള ഒരു കരിയറാണ്. ആ കരിയറിലേക്ക് നിങ്ങൾക്ക് വരാൻ ഇതൊരു നല്ല അവസരം കൂടിയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് പേര് ലൈഫ് കോച്ചസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം, ഈ ലൈഫ് കോച്ചിങ് ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ കരിയർ ആയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്? അത് ആദ്യം ഒരു താല്പര്യമാണ്, നമുക്കൊരു കരിയർ, നല്ലൊരു കരിയർ ഉണ്ടാകണം. കാരണം അതിൽ അവരുടെ പിന്നെ ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യരാണ്, മനുഷ്യന്റെ വികാരങ്ങൾ, ഇമോഷൻസ് ആണ്. അപ്പൊ ആ ഇമോഷൻസ് വരുന്ന അല്ലെങ്കിൽ ആ ഫീലിങ്സോട് വരുന്ന ഒരാളെ അയാളുടെ മൈൻഡ് സെറ്റും ഒക്കെ ടൂൺ ചെയ്ത് വേറൊരാളെ പുതിയ മനുഷ്യനായിട്ട് റീസെറ്റ് ചെയ്യേണ്ട ഒരു ജോലിയാണ് ലൈഫ് കോച്ചിങ്. അപ്പൊ അത്തരത്തിലൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കരിയറും പ്രൊഫഷനുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ, തീർച്ചയായിട്ടും അത് വളരെ ചലഞ്ചിങ് ആണ്, അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്, അത്രയും സർവീസ് ഓറിയന്റഡ് ആണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പോസിറ്റീവ് സൈക്കോളജി, അതല്ലെങ്കിൽ നമുക്കറിയാം പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി തന്നെയുണ്ട്. ഇപ്പം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി പോലെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി. അതുകൊണ്ടാണല്ലോ ഇത്രയും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് ഇത്രയും യൂട്യൂബേഴ്സ് ഇവിടെ ഉള്ളത്. യൂട്യൂബിലൂടെ ഇഷ്ടം പോലെ കണ്ടന്റ് വരുന്നുണ്ട്, നല്ലത് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ യഥാർത്ഥത്തിൽ ലൈഫ് കോച്ചിങ്ങിൽ പഠിപ്പിക്കുന്നത്. ഇതിന്റെ കുറച്ച് പാർട്ട് ഉണ്ടായിരിക്കും, ബട്ട് ഇൻ ഡെപ്ത് 6 മാസം നീണ്ടുക്കുന്ന നല്ല മോഡ്യൂളാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഓരോ നമ്മുടെ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ ഒന്ന് പറയാൻ കഴിയും? തീർച്ചയായിട്ടും. കാരണം ആദ്യ മാസം മുതൽ തന്നെ ഒരു 6 month ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള വളരെ ഡെപ്ത് ഉള്ള സിലബസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. സൈക്കോളജി ഉണ്ട്, സയൻസ് ഉണ്ട്, ന്യൂറോ സയൻസ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, അതുപോലെ കൗൺസിലിംഗ് ഉണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടി ജെല്ലി ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, അപ്പോൾ ഒരു സിലബസ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ആദ്യം ഈ വരുന്ന വ്യക്തിയെ ഒരു കോച്ചാക്കി മാറ്റുക, മെന്റലി ഇമോഷണലി ഒക്കെ അദ്ദേഹം ആ വ്യക്തി ഒരു കോച്ചാകണം. കോച്ചിന്റെ പെർസ്പെക്റ്റീവ്, കോച്ചിന്റെ കണ്ണാടിയിലൂടെ ജീവിതത്തെ കാണണം, ആക്കി മാറ്റിയിട്ടാണ്. എന്നാലാണ് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടൊരു ആളിനെ കാണുമ്പോൾ, ഒരു കോച്ച് ഒരാളെ കാണുന്ന ഒരു സാധാരണക്കാരെ കാണുന്ന രണ്ടും രണ്ടാണ്. കോച്ച് ഒരിക്കലും ഒരു പ്രോബ്ലത്തിന് ആ വ്യക്തിയല്ല, പ്രോബ്ലത്തെയാണ് മാറ്റി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ജോബ് കോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കോച്ചിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 month അഡ്വാൻസും ബേസിക്കും കൗൺസിലിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കൗൺസിലിംഗ് എന്താണ്, കോച്ചിങ് എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് കോച്ചിങ് ആരംഭിക്കുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രശ്നം സൊല്യൂഷൻ കൊടുക്കലാണ്, ഒരു ട്രോമ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് ഹീൽ ചെയ്യലാണ്. കോച്ചിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ക്രിയേഷൻ ആണ്. അപ്പൊ ഇതറിയാത്ത ഒരാൾ ആദ്യം തന്നെ കുറെ പ്രശ്നത്തിരിക്കുന്ന ഒരാളെ കോച്ചിങ് കൊടുത്തുകൊണ്ട് അത് വർക്കാവില്ല. അപ്പൊ ഞാൻ കൊടുക്കുന്നത് ആദ്യം ആളെ ഹീൽ ചെയ്ത്
ആ ആളിലെ അയാളുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വേണമെങ്കിൽ അത് വരുത്തും, മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തും, ഇമോഷണൽ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി അവിടെ കാഴ്ചപ്പാട് ലൈഫിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് കോച്ചിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് സിലബസ് എന്ന് പറയുന്നത് ഇതിനകത്ത് പോസിറ്റീവ് സൈക്കോളജി ഉണ്ട്, ന്യൂറോ സയൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രചോദനം കേട്ടിട്ടുണ്ടാകും, ഇപ്പോൾ ധാരാളം പേര് മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് പറയും, വെറുതെ അഫർമേഷൻ പറഞ്ഞാൽ മതി, വിഷ്വലൈസേഷൻ. പക്ഷെ അതിനകത്ത് ബ്രെയിനിൻ്റെ ഒരു പാർട്ട് എന്താണ്? ബ്രെയിൻ വിചാരിക്കണം, നമ്മുടെ ഉപബോധ മനസ്സ് വർക്ക് ചെയ്യണം. അപ്പോൾ ആ ന്യൂറോ സയൻസ് അവർ മനസ്സിലാക്കണം. ബോഡി എന്താണ്, ബോഡി സേഫായാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ റിഫ്ലക്ഷൻ ബോഡിയിലാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ് ഉള്ള ഒരാൾക്ക്, ഫിയർ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കാൻ എനിക്ക് 1 കോടി രൂപ വേണം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കുമെന്ന് പറയും, മനസ്സിൽ അയ്യോ എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചിന്ത ഒന്നും വർക്കാവില്ല. അപ്പൊ ഇത് എങ്ങനെ അലൈൻമെന്റ് ആകണം? ഇത് എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെയുണ്ട്. ആ കോഴ്സൊക്കെ പഠിച്ചവര് ഇപ്പൊ അവര് പറയുന്നത് ഇതൊന്നും നമ്മൾ അറിയാതെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്തതെന്നുള്ളത്. അപ്പൊ ഇതിന് ഇൻഡെപ്ത് നോളജ് വേണം. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്, ഒരു പിന്നെ അവരുടെ നിഷ്, പർട്ടിക്കുലർ നിഷ് അവർക്ക്. ഇപ്പം എല്ലാവർക്കും ലൈഫ് കോച്ചിങ്ങിനോട് ഒരു നിഷ്, ഇപ്പോൾ ചിലർ പാരൻറ്റിങ് കോച്ചായിരിക്കും, ചില സ്റ്റുഡൻസ് കോച്ചായിരിക്കും, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എക്സ്പെർട്ട് ആകണം, അങ്ങനെ ഒരു പേഴ്സണൽ നിഷ് ഏരിയ ചൂസ് ചെയ്യുന്ന പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സൈക്കോളജിയിൽ ഇതെങ്ങനെ ടൂളുകൾ, ഇപ്പം പേർമ, അതുപോലെ ഗ്രോ മോഡൽ, അങ്ങനെ ഡിഫറെൻറ്റ് പോസിറ്റീവ് സൈക്കോളജി ടൂളുകൾ പഠിപ്പിക്കുന്നു, സൈക്കോളജിക്കൽ ടൂൾ പഠിപ്പിക്കുന്നു, ബ്രെയിൻ എങ്ങനെയാണ്, ന്യൂറോ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് ബിസിനസ്സിൻ്റെ സൈഡ് പഠിപ്പിക്കുക, അവർക്ക് എങ്ങനെ വെബിനാർ ചെയ്യാം, എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ കണ്ടുപിടിക്കേണ്ടത്, എവിടെയാണ് അവരുടെ ക്ലയൻറ്റ് ഉള്ളത്, ആ ക്ലയൻറ്റിനെ എങ്ങനെ അവർ ബിസിനസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, വിസിബിലിറ്റി എങ്ങനെ ഉണ്ടാക്കണം, ബ്രാൻഡിങ് എങ്ങനെ ഉണ്ടാക്കണം, സെയിൽസ് എങ്ങനെ ഉണ്ടാക്കണം, ഇതെല്ലാം ഇതിനകത്ത് പാർട്ടാണ്. ഇതെല്ലാം കൂടി ഉള്ളൊരു പാക്കേജാണ്. 6 മാസത്തെ കോഴ്സാണ്, 6 മന്ത് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. മേഡം, ഈ ലൈഫ് കോച്ചിങ് രംഗത്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു, ഇത്രയും ശിഷ്യരെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഒരു ഈ അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസിന്റെ ഫ്യൂച്ചർ പ്രൊജക്ടുകൾ, അല്ലെങ്കിൽ ആ ഒരു അടുത്തൊരു ഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു ഡെലിവറബിൾസ് എങ്ങനെയാണ് നമ്മൾ വിഭാവനം ചെയ്തേക്കുന്നത്, അടുത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ? ദുബായിൽ എനിക്ക് ഇതിന്റെ ഒരു ഇപ്പൊ എന്റെ നെക്സ്റ്റ് പുതിയൊരു പ്രോജക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജൂലൈ 26-ാം തീയതി മലേഷ്യയിൽ വെച്ചിട്ടാണ്. അതൊരു പുതിയ പ്രോജക്റ്റ് ആണ്. അതൊരു നമ്മളെ എക്സ്പീരിയൻസ് സെല് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അത് ഒരു പുതിയൊരു കോൺസെപ്റ്റിലേക്ക് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് അന്ന് ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഞാൻ അതിന്റെ കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഒരുപാട് പേർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ ന്യൂ ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത്. ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പം ഇന്നോവേഷൻ, അതായത് ഇപ്പൊ ഈ ലൈഫ് സ്കില്ലിംഗ് എന്ന് പറയുന്ന പ്രൊഫഷണൽ കരിയറിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഇന്നോവേഷൻസ് എന്തൊക്കെയാണ് എന്നാണ്? ഉറപ്പായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം എഐയുടെ ഒരു സാന്നിധ്യമുണ്ട്, എല്ലായിടത്തും എ ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോലും നമ്മൾക്ക് സംസാരിക്കണമെന്നില്ല. കണ്ടന്റ്, ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എനിക്ക് എന്റെ എഐ കൊണ്ട് സംസാരിപ്പിക്കാം, ഡിഫറെന്റ് ലാംഗ്വേജിൽ സംസാരിപ്പിക്കാം. അപ്പൊ അത്രയും മാത്രം ChatGPT, ക്ലൗഡും ഒക്കെ വന്നിട്ട് അത്രയും ഒരു റെവല്യൂഷൻ വന്നിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ മാറ്റം ഉണ്ടായാലും കോച്ചുമാർക്ക് എപ്പോഴും അവർക്ക് ജോബ് സെക്യൂർ ആണ്. കാരണം ഡിമാൻഡ് എന്ന്, കാരണം ഈ ഒരു ഏരിയയിൽ, കാരണം ഹ്യൂമൻ ഇമോഷനിൽ ഈ എഐക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വിചാരിക്കുന്നോണം ഇന്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹ്യൂമൻ ഇമോഷൻസ് നമ്മളിപ്പോ റീസെന്റ്ലി ഒരുപാട് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത വാർത്തകളുടെ കാലമാണ്. അതായത് ഈ അക്രമാസക്തമായ ലൈഫ് നയിക്കുന്ന ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ശരിക്കും ഈ പറഞ്ഞ ലൈഫ് റീസെറ്റിന്റെയും ലൈഫ് കോച്ചിങ്ങിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു സമൂഹത്തിന്, അതിപ്പം ബിസിനസ്സുകാർ മാത്രമല്ല, അല്ലെങ്കിൽ സാധാരണക്കാർ മാത്രമല്ല, എല്ലാവർക്കും ടോട്ടലി ഒരു പലരുടെയും പല സാഹചര്യങ്ങളും ചിലപ്പം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, തോന്നിപ്പിക്കാം. ഇവിടെയൊക്കെയാണ് ഈ ലൈഫ് കോച്ചസിന്റെ ആവശ്യമുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞ പോലെ ഒരു വലിയ ഒരു തൊഴിലവസരം അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റി തന്നെ ഇവിടെ ഉണ്ട്. എങ്ങനെ കാണുന്നു അതിനെ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ വളർന്ന സാഹചര്യം, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഇതെല്ലാം എൻ്റെ ലൈഫിൽ പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പൊ ഞാനൊരു അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കൊലയാളിയായി മാറുന്നു. ജനിക്കുമ്പോഴും കൊലയാളിയായിട്ടല്ല ജനിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റിഫിക്കേഷനും അല്ല. അയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അയാളോടൊപ്പമുള്ളവര് അങ്ങനെ ടോക്സിസിറ്റിയിൽ ജീവിക്കാൻ ഒരു സാഹചര്യം എന്നാൽ അവരെ ഒന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക. ഇതൊക്കെ ഒരു അവയർനെസ് ആണ്.
അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഓരോരുത്തരുടെയും കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്തണം, സാധാരണക്കാരിലേക്ക് എത്തണം. എനിക്ക് എൻ്റെ ഇമോഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ സൈക്കോളജി എന്ന് പറയുന്നത് ഇന്നും ടാബു സബ്ജക്റ്റ് ആണ്. സൈക്കോളജിസ്റ്റ് അടുത്ത് പോകാന്ന് പറയുന്നത് എപ്പോഴും എനിക്കൊരു മാനസിക അസുഖമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഷിസോഫീനിയ പോലെയല്ല, അല്ലെങ്കിൽ ഭ്രാന്ത് പോലെയുള്ള കാര്യങ്ങൾക്കാണ് പോകുന്നതെന്ന് ജനം സാധാരണക്കാർക്ക് ഇന്ന് അങ്ങനെ ചെയ്യും. പക്ഷെ അവിടെ കോച്ച് അങ്ങനെയല്ല. കോച്ച് ഇപ്പോൾ ഒരു ദിവസം ഒരു 7 ദിവസത്തെ വെബിനാർ, അല്ലെങ്കിൽ ഒരു മോർണിംഗ് 21 ഡേയ്സ് പ്രാക്ടീസ്, അല്ലെങ്കിൽ മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്സുകൾ, ബ്രീത്തിങ് ടെക്നിക്സുകൾ, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു വിടുമ്പോൾ ഇവരിത് കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് പോലും അവരെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഇവഞ്ച്വലി അത് അവരുടെ ബിഹേവിയറായി മാറിക്കഴിഞ്ഞാൽ അവരെ പഴയ സ്വഭാവങ്ങൾ, അതായത് ഇപ്പോൾ അക്രമാസക്തമാകുക, ജീവിത പങ്കാളിയെ പീഡിപ്പിക്കുക, ജനിക്കുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കുക, ജനിക്കുമ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തൊരു സൈക്കോളജിക്ക് അപ്പുറം ഒരു സാധാരണ ജനങ്ങളിലേക്ക് ഇടപെടലാണ്, അവരെ കേൾക്കലാണ്, അവരെ മനസ്സിലാക്കലാണ്. അപ്പോൾ അവരെ സ്വയം അറിയാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എൻ്റെ ഇമോഷൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് ഞാൻ അറിയണേ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ എൻ്റെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതാണ് ഇത്. എൻ്റെ കോച്ചുമാർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോച്ചുമാരല്ല, ഈ പറഞ്ഞവരെല്ലാം നിരന്തരം സെവറൽ ബാച്ചസ് കൊടുക്കുന്നുണ്ട് രാവിലെ. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള നേരത്തെ പേര് പറഞ്ഞവരെല്ലാം തന്നെ. അപ്പോൾ അതിലൂടെ ഒത്തിരി പേർക്ക് മനസ്സമാനം കിട്ടുന്നു. അവരുടെ ടെസ്റ്റിമോണിയൽസ് എനിക്ക് അയച്ചു തരാറുണ്ട് മാഡം. അല്ലെങ്കിൽ കാരണം ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ബിജു, അദ്ദേഹം സൗദി അറേബ്യയിലാണ്. ഒരു വിനോദ് കുമാർ, അദ്ദേഹം തൃശ്ശൂർ ഒരു ബിസിനസ് പേഴ്സൺ ആണ്. ഇപ്പോൾ 200-300 പേരാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ആളുകൾക്ക് സമാധാനവും സ്ട്രെസ്സും കുറയ്ക്കാനുള്ള കാര്യമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പം ഒരുപാട് കോച്ചുമാർ വരണം. അവർക്ക് മാന്യമായി സമ്പാദിക്കാനും സമൂഹത്തിന് നമ്മളുടെ ഒരു ഹെൽപ്പും കൂടെയാണ്. നമ്മൾ സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് ഈ ഒരു കരിയർ എന്ന് പറയുന്നത്. വൈകാരികമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും ഓരോ ദിവസവും ഓരോ നിമിഷവും കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും അവൻ്റെ ശരിക്കുള്ള ലൈഫിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളാൽ അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷവും നമ്മുടെ സ്വഭാവം മാറാം, ജീവിത രീതി മാറാം, ചിന്തകൾ മാറാം. ഇവിടെയൊക്കെ ശരിക്കും നമ്മളെ ശരിയായ രീതിയിലേക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് ശരിയായ ലൈഫിലേക്ക് നയിക്കാൻ ലൈഫ് കോച്ചസിന് ഒരുപാട് പങ്കുണ്ട്. നമ്മുടെ അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് ഒരു ലൈഫ് കോച്ചിങ് കരിയർ സെറ്റ് ചെയ്യാൻ സാധിക്കുക? അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അടുത്ത ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? എന്താണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ശിക്ഷണ രീതി എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ? ലൈഫ് കോച്ചിങ്ങിൽ നേരിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് അവർ ഓൾറെഡി ലൈഫ് കോച്ച് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇവിടെ പഠിക്കുന്നു എന്ന് അറിയിക്കാതെ തന്നെ അവർക്ക് പേഴ്സണൽ സെഷൻ വേണ്ടി വരും. മെന്ററിങ് സെഷൻ ആവും, പേഴ്സണൽ സെഷൻ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കും. അപ്പോൾ അവർ ആദ്യം തന്നെ പറയും എൻ്റെ പേര് പുറത്ത് പറയരുത്, എനിക്ക് എന്ന് വെച്ചാൽ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ക്ലയൻസ് ഉണ്ട്. എനിക്ക് അവരുടെ പേര് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളത് പേഴ്സണൽ സെഷനാണ്, 1-to-1 സെഷനാണ്, മെന്റർഷിപ്പാണ് കൊടുക്കുന്നത്. അതും അങ്ങനെയും ജോയിൻ ചെയ്യാം. അവർ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഞാനുമായിട്ടുള്ള ഇന്റർവ്യൂലായിരിക്കും അതെടുക്കുന്നത്. അടുത്തത് ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ അടുത്ത ഓഗസ്റ്റ് 1 ക്ലാസ്, അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ ബാച്ചിന്റെ കോൺവക്കേഷൻ ജൂലൈയിൽ മലേഷ്യയിലാണ് നടക്കുന്നത്. അപ്പം ഈ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഞാൻ ആദ്യം നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രൈമറി വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടേ എടുക്കുള്ളൂ. കാരണം അവർക്ക് ലൈഫ് കോച്ച് ആകാനുള്ള ആ ഒരു താല്പര്യം, അവരുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല താല്പര്യം, ഇൻട്രസ്റ്റ്, ഇന്റൻഷൻ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കും ബാച്ചിലേക്ക് അഡ്മിഷൻ കൊടുക്കുക. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. കാരണം ക്വാളിറ്റിയാണ് പ്രധാനം, ക്വാണ്ടിറ്റി അല്ല. അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ പിന്നെ അതല്ലാതെ വരുന്ന നമ്മുടെ പ്ലാറ്റിനം പ്രോഗ്രാം ഉണ്ട്, സിൽവർ പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ലെവൽ 1 പ്രോഗ്രാം, ബേസിക് പ്രോഗ്രാം, 21 ഡേയ്സ് പ്രോഗ്രാം എല്ലാ മാസവും നടക്കുന്ന പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് എല്ലാ മാസവും 9-ാം തീയതി മുതൽ 21 ഡേയ്സ് വരെയാണ്. 1 മുതൽ 7 വരെ ഹീലിംഗ്, എല്ലാ മാസവും ഹീലിംഗ് പ്രോഗ്രാം ഉണ്ട്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളും ഹീലിങ്ങിലൂടെ കടന്നു പോകണം. കാരണം എല്ലാവരുടെ ഉള്ളിലും ഞാൻ അത്രയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ, സെൽഫ് ഡൗട്ട് ഉണ്ടാകാം. അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവോ, ഞാൻ പണ്ടേ ഒരു പരാജയമാണ്, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളില്ല, ഇങ്ങനെയുള്ള ഇൻഹിബിഷൻസും ലിമിറ്റിംഗ് ബിലീഫ്സും ഉണ്ടാകും. അതല്ലെങ്കിൽ ഭയങ്കര
പേടിയുണ്ടാകാം ചിലർക്കൊക്കെ. ഒരു എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷെ ഒരു ഫോർമലി സംസാരിക്കാൻ പറ്റുക, അവർ സ്ട്രെസ്ഡ് ആവുന്നു, ടെൻഷൻ വരുന്നു, അങ്ങനെ ഉണ്ടാകാം. എത്ര കോൺഫിഡൻസ് ഉണ്ട്, പിന്നെ ആത്മവിശ്വാസ കുറവുള്ളവരുണ്ടാകാം. അപ്പൊ അതിൽ ഷെയിമിലും ഗിൽറ്റിലും ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റിയാലാണ് അവരുടെ യഥാർത്ഥ ട്രൂ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരിക. ഇത് ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാവർക്കും ഹീലിംഗ് എല്ലാവർക്കും പങ്കെടുക്കാം. അതിനകത്ത് സെലിബ്രിറ്റീസ് ഉണ്ട്, അതുപോലെ ബിസിനസ് പീപ്പിൾ ഉണ്ട്, ഹൈ ഒഫീഷ്യൽസ് ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇവൻ സൈക്കാട്രിസ്റ്റ് വരുവാനുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കാണ് 7 ദിവസത്തെ ഹീലിംഗ് പ്രോഗ്രാം. അതെല്ലാ മാസവും നടക്കുന്ന പ്രോഗ്രാമാണ്. അപ്പൊ ലൈഫ് കോച്ചിങ് ഓഗസ്റ്റ് 1 നടക്കുന്ന ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് കോച്ചിങ് രംഗത്ത് ഇന്ന് കേരളത്തിലെ മുൻനിര സ്ഥാപനമാണ് അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ഡോക്ടർ ലിസി ഷാജഹാൻ നയിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഈ ലൈഫ് കോച്ചിങ് രംഗത്തേക്ക് അഡ്മിഷന് വേണ്ടി നമ്മളെ സമീപിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായിട്ടും പറയാം. എനിക്ക് കേരളത്തിൽ എറണാകുളത്ത് ഓഫീസുണ്ട്, അതുപോലെ തന്നെ അത് കാക്കനാടാണ്, കൊച്ചി കാക്കനാടാണ്. പിന്നെ കൊല്ലത്ത് ഓഫീസുണ്ട്. അപ്പൊ അങ്ങനെ വരാം. പിന്നെ ഓൺലൈൻ ലൂടെ കണക്ട് ചെയ്തിട്ട് വരാം. അപ്പൊ എൻ്റെ ഓഫീസ് വെർച്വൽ ഓഫീസുണ്ട്, ദുബായിലുണ്ട്. ദുബായിൽ ഒരു ഫിസിക്കൽ ഓഫീസ് വളരെ താമസിയാതെ തന്നെ അവിടെ അതിനുള്ള പ്രൊസീജിയറും ലൈസൻസും എല്ലാം ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. അപ്പം തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫിസിക്കൽ ഓഫീസ് തുടങ്ങുന്നുണ്ടാവും. അപ്പൊ കണക്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു സംവിധാനമുണ്ട്. മാത്രമല്ല, നമ്മുടെ അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസ് ഫ്രീഡം ബിസിനസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി നെറ്റ്വർക്ക് അതിലാണ്. അപ്പൊ ഞാൻ അതെ ഫ്രീഡം ബിസിനസ് നെറ്റ്വർക്കിന്റെ കീഴിലാണ് അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസ് വരുന്നത്. ISO സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങള് പുതിയ 1-2 ഇന്റർനാഷണൽ പ്രോജക്റ്റ് കൂടി ആഡ് ചെയ്യാനുള്ള പ്ലാനിലാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് അതിന്റെ പേപ്പർ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ അത് റിവീൽ ചെയ്യാറായിട്ടില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം തീർച്ചയായിട്ടും പറയാൻ പറ്റും, ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ കോച്ചുമാർക്ക് ഞാൻ കൊടുക്കുക. കാരണം വേറെ എവിടെയും ഇത്രയും നല്ല കണ്ടന്റ്, ഇത്രയും ആഴത്തിൽ, ഇത്രയും ഡെപ്തിൽ, ഇത്രയും പ്രാക്ടിക്കൽ ഏരിയ വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അതെനിക്ക് 100% ഉറപ്പിച്ച് തന്നെ പറയാം, ഗ്യാരണ്ടിയാണ്. ഈ ഒരു മേഖലയിൽ ഒരുപാട് പേരെ സംഭാവന ചെയ്ത വ്യക്തിത്വം ട്രെയിനറാണ്. ഒരു തികച്ചും വ്യക്തിപരമായ ചോദ്യമാണ്, നമ്മുടെ ഒരു പ്രൊഫഷനെയും കരിയറിനെയും ഒരു ലൈഫ് കോച്ച് എന്ന രീതിയിൽ ഏത് പ്ലേസിൽ സൂക്ഷിക്കാനാണ് അല്ലെങ്കിൽ ഏത് പ്ലേസിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എവിടെ വരെ പോകണം എന്നുള്ളതാണോ ചോദ്യം? അതെ അതെ. ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി ഒരു മാസ്റ്റർ ലൈഫ് കോച്ചാണ്. ഒരുപാട് ലൈഫ് കോച്ചുമാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ആ നിലയ്ക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് പ്രൊഫഷണലി. പിന്നെ ഞാനൊരു പുതിയ ഇപ്പോൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്റർവ്യൂ ചെയ്യുക. അതും വളരെ വെച്ചാൽ സാധാരണക്കാർക്ക് മാനസിക സന്തോഷം എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെയാണ് മെന്റൽ ഹെൽത്ത് എക്സ്പാൻഡ് ചെയ്യാൻ. വലിയ നമ്മളിപ്പോൾ ആദരിക്കുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള, അവർ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കുക. 2am മൈൻഡ് എന്നാണ്. 2am മൈൻഡ്. അതെ, ആ ഒരു പോഡ്കാസ്റ്റ് ഉടനെ തന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 26 ജൂലൈയിൽ ലോഞ്ച് ചെയ്യുന്ന ത്രിലയ എന്ന് പറയുന്നതിന്റെ ഒരു പ്രോജക്റ്റ്. ത്രിലയ എന്താണ്? ത്രിലയ എന്ന് പറഞ്ഞാൽ 3 ലയങ്ങൾ, സാൻസ്ക്രിറ്റ് വേർഡാണ്. ഒരുമിച്ച് ചേരാ, റിഥം, ഒരുമിച്ച് ഒഴുകി ഒരുമിച്ച് എത്തുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് 3 സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു അതിമനോഹരമായ ഒന്ന് ഞാൻ തന്നെയാണ്. അടുത്തത് എന്റെ സിസ്റ്ററാണ്. അവര് 10-20 വർഷമായിട്ട് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ പൈലറ്റ് ട്രെയിനിങ് കോളേജൊക്കെ ഉള്ള ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ, നാസ്മി സുൽഫിക്കർ. അടുത്ത മൂന്നാമത്തത് ഡോക്ടർ അങ്കിത ഷാജഹാൻ. ആള് ദുബായിലാണുള്ളത്. അയാള് മെഡിക്കൽ ഫീൽഡിലാണ്, വെൽനെസ് മാനേജറായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നത്. എന്റെ മകള് തന്നെ. ഞങ്ങൾ 3 പേരുടെ ത്രിലയ എന്നൊരു എപ്പോഴാണ് ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുക? ജൂലൈ 26 ലോഞ്ച് ചെയ്ത് അന്ന് ആദ്യത്തെ പ്രോജക്ട് അനൗൺസ് ചെയ്യും. ശരിക്കും അതിന്റെ ഒരു കോൺസെപ്റ്റ് പറയാൻ സാധിക്കുമോ? കോൺസെപ്റ്റ് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് അതൊരു മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ്, ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം എപ്പോഴും ഇത് ഏറ്റവും നല്ല ബിസിനസ് ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റ് പ്രോഗ്രാം എന്ന് പറയാം. അതെ, കാരണം ഇത്രയും ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. 3 തരത്തിലാണ് ബിസിനസ് നടക്കുന്നത്. ഒന്ന്, ഒരു പെയിന്റ് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ നന്നായിട്ട് ബിസിനസ് നടക്കും, അറിയാം. അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രോബ്ലം മാറ്റിയിട്ട് ഒരു ചലഞ്ച് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ നിങ്ങൾ അതിജീവിക്കാൻ ചിലപ്പോൾ പ്രോഡക്റ്റ് ആവാം, സർവീസ് ആയി. പെയിൻ
പ്രോബ്ലം. ഈ രണ്ടും കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിന് സാധ്യതകളെന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇല്ലേ? അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന മസ്കറ്റ് ഹോട്ടലിലാണ്. ഇപ്പൊ ഒരു സാധാരണ ഹോട്ടലിലുള്ള എക്സ്പീരിയൻസ് അല്ല ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതൊരു കഫേ കോഫി ഡേ CC ഡേയിൽ കൊടുത്ത വേറൊരു എക്സ്പീരിയൻസ്. അതേപോലെ ട്രാവൽ വേറൊരു എക്സ്പീരിയൻസിലൂടെ അവര് വെൽനെസ്സും മെന്റൽ ഹെൽത്തും പേഴ്സണാലിറ്റിയും അതുപോലെ ഒരു ഡെസ്റ്റിനേഷനിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയി വരുന്ന ഒരു മനുഷ്യനായി മാറ്റുന്ന ഒരു എക്സ്പീരിയൻസ് വിഭാവനം ചെയ്തുകൊണ്ടാണ് ത്രിലയ വർക്ക് ചെയ്യുന്നത്. ത്രിലയക്കും എന്റെ എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോ ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈഫ് കോച്ചിങ്ങിനൊപ്പം തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഒരു മനുഷ്യനെ എടുക്കുമ്പോൾ ഇന്ന് ഓരോ മനുഷ്യനും ഓരോ നിമിഷവും വൈവിധ്യമാർന്ന വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അത്തരത്തിലുള്ള ഇമോഷണൽ ഹീലിംഗ് നമ്മൾ പറഞ്ഞൊരു വാക്കാണ്. ഈ ഇമോഷണൽ ഹീലിംഗ് രംഗത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ കഴിയും? തീർച്ചയായിട്ടും എല്ലാ മാസവും 7 ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. അതുകൂടാതെ റിട്രീറ്റ് ഉണ്ട്. 2 മാസം കൂടുമ്പം റിട്രീറ്റ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോ വ്യക്തി, ഇപ്പം പ്രചോദനാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ കാണുന്ന പോലെ അല്ല. നമ്മുടെ ഉള്ളിൽ ഒരുപാട് പെയിൻ ഉണ്ടാകാം. മേ ബി ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ ഗ്രീഫിലൂടെ കടന്നു പോയ ഒരാളാണ്. എന്നെ അറിയുന്നവർക്കറിയാം. ആ പേഴ്സണൽ ഗ്രീഫ് എന്നെ ഹീൽ ചെയ്തതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു പേർപ്പസ് ആ പെയിനിന്റെ പുറത്ത് ഒരു പേർപ്പസ് കണ്ടതുകൊണ്ടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നഷ്ടങ്ങളെ കുറിച്ചുള്ള, അത് വ്യക്തികളാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകാം, അതിന്റെ വേദന കാണാം. ഫെയിലിയർ ആകാം, ബിസിനസ്സിൽ ഫെയിലിയർ തോറ്റുപോയിട്ടുള്ളവർ, ജീവിതത്തിൽ തന്നെ തോറ്റുപോയിട്ടുള്ളവർ, പേടി കൊണ്ട് നടക്കുന്നുണ്ട്, സ്ട്രെസ് ഉള്ളവരുണ്ട്, അകാരണമായിട്ട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഇവരൊക്കെ ഇതുകൊണ്ട് പോയാൽ ഒരിക്കലും ആ ഒരു ബേർഡനും കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അതൊന്ന് ഫ്രീ ആക്കി അവരുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ, സത്വത്തെ, സെൽഫിനെ മാറ്റി കൊടുക്കുന്ന, അതിൽ നിന്ന് ഫ്രീഡം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ റിട്രീറ്റ് പ്രോഗ്രാം. വളരെ അത്യാവശ്യം ആൾക്കാർ എപ്പോഴും എന്നോട് ചോദിക്കുന്നതാണ് ഈ റിട്രീറ്റ് പ്രോഗ്രാം എന്നാണ്. അടുത്ത പ്രോഗ്രാം റിട്രീറ്റ് പ്രോഗ്രാം വരുന്നത് മലേഷ്യയിലാണ്. ജൂലൈ 29-30 മലേഷ്യയിൽ വെച്ചിട്ടാണ്. ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ വിശദമായി കേട്ട് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് ഏത് മനുഷ്യന്റെയും ജീവിത നിലവാരത്തെയും ജീവിത രീതികളെയും തിരുത്താനും ശരിയായ ദിശയിലേക്ക് നയിക്കാനും ലൈഫ് കോച്ചുമാർക്ക് സാധിക്കും. വളരെ മികച്ച റെപ്യൂട്ടേഷൻ ഉള്ള ഒരു തൊഴിൽ മേഖല കൂടെയാണ് ലൈഫ് കോച്ചിങ്. അപ്പോൾ ഈ മേഖലയെക്കുറിച്ച് നമ്മോടൊപ്പം വിശദമായി സംസാരിച്ചത് ഡോക്ടർ ലിസി ഷാജഹാനാണ്. അപ്പോൾ ലിസി മാഡത്തിൻ്റെ ഈ ഒരു മേഖലയിലെ എല്ലാ വളർച്ചയ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. താങ്ക് യു പ്രജോദ്. താങ്ക് യു.